സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാപ്പിളന്റെ ഉമ്മാനെ കൊണ്ട് ഈ ബാഡൂരിൽ അങ്ങനത്തെ അമ്മായിമാര് ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഉമ്മമാരെ ഓൺലൈനിൽ അത്തരം സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ ജാഗ്രത വേണം. നിങ്ങളെ സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് ഏതെങ്കിലും റോഡിന്റെ സൈഡിൽ നിന്ന് കൊട്ടിക്കൊണ്ട് വന്നതല്ലല്ലോ. നല്ല തറവാടിത്തമുള്ള കുടുംബത്തിൽ പിറന്ന ഒരു ഉമ്മാക്കും വാപ്പാക്കും ജനിച്ച പെണ്ണാണ്. അവൾക്കും നല്ലൊരു ജീവിതമുണ്ടായിരുന്നു. 18-20 വയസ്സ് വരെ പൊന്നുപോലെ അവരെ നോക്കിയതാണ്. ആ മകളെയാണ് നിങ്ങളെ മകന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അന്ന് മുതൽ നിങ്ങളെ വീട്ടിലാണ്. ആ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളെ മകളാണ്. ആ മകൾക്ക് പണി അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കലല്ല. നിങ്ങൾക്ക് ആ മകളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ നല്ല സമാധാനത്തോടെ പറയണം. ജോലി അലക്കിയത്, ഡ്രസ്സ് അലക്കിയത് അവർ ഔദാര്യം കൊണ്ടാണ്. പണ്ട് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ, നിങ്ങളെ അമ്മായി നിങ്ങളെ ബേജാറാക്കുമ്പോ എത്ര ബേജാറ് നിങ്ങൾ അനുഭവിച്ചു. അതിന് പകരം വീട്ടുന്ന ശീലം നല്ലതല്ല. വന്ന മരുമകളെ പിരിസത്തിൽ നോക്കാൻ കഴിയണം. മോളെ നിനക്ക് എന്താ വേണ്ടത്, പണി അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓള് എന്തെങ്കിലും ഡ്രസ്സ് കൈ ഒരൽപ്പം മണ്ണ് പോയില്ല, ചൂട്ട ഏടുന്ന് വന്നിന് എൻ്റെ ഉമ്മ പഠിപ്പിച്ചിട്ടേ ഇല്ല. എനിക്ക് അൽക്കാനും പഠിപ്പിച്ചിട്ടില്ല, നെക്കാനും പഠിപ്പിച്ചിട്ടില്ല. മാപ്പിളനെ ഇസ്ത്രീയുടെ അതെല്ലാം ഔദാര്യം കൊണ്ട് ഇടുന്ന സമയത്ത് കുറച്ചെന്തോ ചൂട് കൂടിപ്പോയി. അല്ല, മാപ്പിളന്റെ ഡ്രസ്സും കത്തിച്ച് ഷായിൻ്റെത് ഏടുന്ന് ഇത് മാട്ടപ്പ. ചില പെണ്ണുങ്ങളെ പറയലുണ്ട്, ആ വരുന്നെങ്കിൽ ഒരു ആക്സിഡന്റ് ആയി, കച്ചവടം കുറഞ്ഞു, ഈ കൊറോണയെല്ലാം വന്നിട്ട് എന്തെല്ലോ താറുമാറായി. അപ്പോൾ ഈ പേർക്ക് ഒരു മാട്ടം പിടിച്ചൊരു പെണ്ണ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു മോനുണ്ടല്ലോ, ഓൻ അസർപ്പു, ഈ നാട്ടത്തെ അസർപ്പല്ല, ബേജാറാക്കണ്ട. അപ്പോൾ എൻ്റെ പേരൊരു ഓർമ്മ വന്ന പേര് അല്ലെങ്കിൽ ആദർ. ഓന് കെട്ടിയ പെണ്ണില്ല, ഓന് കിട്ടിയത് ഏതൊരു പെണ്ണ്, മാട്ടം പിടിച്ച പെണ്ണ്. അത് പേർക്ക് ബെരലോട് കൂടെ നഷ്ടം തന്നെ ബാക്ക് ഡൗൺ ആയത് തന്നെ. ആടെ ആക്സിഡൻ്റ് ആയി. ആടെ പിന്നെ അത് ഏറ്റവും വലിയ മുസീബത്ത് ഈ ഇങ്ങനത്തെ ഒരു അമ്മായി തന്നെ. ഈ അമ്മായി ജീവിതത്തിൽ നല്ല സ്വഭാവിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്കാതെ പെണ്ണാണ്. അല്ലെങ്കിൽ എപ്പോൾ ബന്ധമേരിയോളെ ബുദ്ധിമുട്ടിക്കുന്നത്. പിന്നെ ഈ അമ്മായിയാണ് ഏറ്റവും വലിയ മാട്ടം. അല്ലാതെ ആ ബന്ധമേരിയോളൊന്നും പറയേണ്ടതില്ല. റബ്ബിൻ്റെ കഥയാണെങ്കിൽ ആക്സിഡൻ്റ് ആവും, കച്ചവടം ഉഷാറാവും, ബേജാറാവും. അതെല്ലാം സ്വാഭാവികമാണ്. ആ കാരണം കൊണ്ട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എത്ര സ്ഥലങ്ങൾ ആത്മഹത്യ പോലും നടക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ. കൊടുക്കാൻ പൈസ എന്തില്ല, പൊന്നില്ല, 5-10 പവൻ ഇട്ടിട്ട് ഇന്ന് അതന്നെ കൊടുക്കുന്നതിന് വലുതാണ്. എന്നിട്ട് എൻ്റെ മോളെ ബായിക്കമ്മ 25 കൊടുത്ത്, നീ ഉപ്പാനോട് മേയ്ക്കൊണ്ട് ബാ 25. സുബ്ഹാനല്ലാഹ്, അവസാനം സഹിക്കാൻ കഴിയാതെ ഓള് ചങ്കിലൊക്കെ വെള്ളിട്ട്. അങ്ങനെ ചെയ്യുന്ന പെണ്ണും ഓർക്കണം, എൻ്റെ ആഖിറമാണ് നഷ്ടം. ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഉമ്മാന്റെ വിഷയം കേട്ടിട്ട് ജീവൻ നശിപ്പിക്കേണ്ടതൊന്നല്ല. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷയും അവരെ നരകത്തിലുള്ള അവസ്ഥയൊക്കെ അത് വേറെ വിഷയമാണ്. അങ്ങനെ വന്ന മെരിമോളെ എന്തെങ്കിലും കർണാടകയിലെ സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ അറിയാൻ കഴിഞ്ഞു, ആ നാട്ടിലുള്ള ഉമ്മ അടികാക്കുന്നല്ല ഓളന്നെ. അന്ന് ഇഡ്ഡലി വേണ, സേമിക വേണ, അല്ലെങ്കിൽ ഇടിയപ്പം വേണ, കൽത്തപ്പം വേണ, ദോശ വേണ, ചപ്പാത്തി വേണ, പൊറോട്ട, പൂരിയ, ബാജിയ, എന്ത് വേണ്ട എല്ലാം മെരിയോളം ഉണ്ടാക്കുന്നു. എല്ലാം അടിക എടുക്കുന്നു, ഓള് പണിയെടുക്കുന്നു. ഓള് മുറ്റെല്ലാം തോർത്തുന്നു, മുറ്റെല്ലാം അടിച്ച് തോർത്തി. എന്നിട്ട് ആടെ മുറ്റത്തെല്ലാം അടിച്ചിട്ടെല്ലാം ആകുമ്പോൾ പിലാവിൻ്റെ മരത്തുനിന്ന് കുറച്ച് ചപ്പല വീണ്. ഓള് അടിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ചപ്പല വീണ്. അതാണ് ചപ്പല വീണ്. പോണ അതിനെ ക്ലീൻ ആക്കും. ഇങ്ങനെ അയിമാക്ക് പണി തന്നെ ഇത്. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കുന്ന, അപ്പുറത്തെ കിടാവ് കച്ചറാക്കി അതിനെ പോയി കെടുപ്പിക്കുന്നു. അതല്ല ഈ പെണ്ണ് നല്ല അച്ചടക്കത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫുഡ് ഉണ്ടാക്കിയിട്ട് അവസാനം കൂട്ടിയിട്ട് തിന്നാൻ കൊടുക്കുന്ന. അതല്ല ചട്ടീനെല്ലാം അടുത്ത് വെച്ചിട്ട് കുറച്ച് കറി, ഒരു കോയിൻ്റെ കറിയും ഒരു പീസ് ഇട്ടിട്ട് കൂടുതൽ കറിയൊന്നും ഞാൻ തരല്ല, തന്ന് തിന്നാൽ മതി, ഇത് എൻ്റെ പേര, എൻ്റെ മോന് എൻ്റെ മാപ്പിള എല്ലാം ഉണ്ടാക്കി വരും, നീ വേറെ പെരക്കരുത്തി. എന്നിട്ട് 3 ഇഡ്ഡലി അല്ലെങ്കിൽ 2 ദോശ എണ്ണീര് കൊടുക്കുന്നല്ല. സുബ്ഹാനല്ലാഹ്, ഇത് ഏതോല്ല കർണാടക വിട്ലയിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെയൊക്കെ ഈ കാലത്ത് നടക്കുന്നുണ്ട്. ബാഡൂർക്കൊക്കെ അത്ഭുതമാകുന്നുണ്ട്, അങ്ങനത്തെ വെരിയോളം അമ്മായിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയല്ല. വീട്ടിൽ നല്ല സ്വന്തം കുടുംബം എന്ന് പറഞ്ഞ് കൂടുന്നിരുത്തി ഇമ്പമുണ്ടാകണം. നല്ല പിരിസത്തില് ഏതെങ്കിലും കെട്ടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കെട്ടണം. റോഡിന്റെ സൈഡ് മഹാലക്ഷ്മിയിൽ കയറുമ്പോൾ തന്നെ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് ഒരു പെണ്ണ് കയറി അങ്ങോട്ട് ഒരു സ്കൂളിൻ്റെ ഇരുന്ന് ഓളെ കയ്യും ഓളെ വീടെല്ലാം കാണുമ്പോൾ നല്ല ചന്തമുണ്ട്. ഇപ്പോൾ മോശമില്ല, ഓളെന്നെ സ്വന്തമാക്കിയറ. പിന്നെ ആടുന്നാട് കൊപ്പിച്ചിട്ട് സ്വന്തമാക്കി പിന്നെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഓക്ക് നിസ്കാരമില്ല, ദീനില്ല, നിലയില്ല. ഓളിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മുടി സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചന്തായിട്ട് നടക്കുന്ന പെണ്ണായിട്ടുണ്ടാവും. അത് അങ്ങനത്തെ കുറേ ഉണ്ടാവും. അപ്പം ഈനെല്ലാം കൊണ്ടുവന്നിട്ട് പരയിൽ പിന്നെ മുസീബത്തായി, അങ്ങനെ ഇങ്ങനായി ബന്ധമെരിയോട് ശരിയില്ലാറ്റത് ആദ്യം ശ്രദ്ധിക്കണം. കെട്ടുന്നവന് നല്ല തറവാട് നോക്കണം, ദീന് നോക്കണം, അതിന് പ്രാമുഖ്യം കൊടുക്കണം. നിസ്കാരമുണ്ട്, നിലയുണ്ട്, യാസീനോ അതറിയുന്നല്ല. എപ്പോഴും വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, ഇങ്ങനെ മൊബൈൽ തന്നെ കളിക്കുന്ന പെണ്ണ.
അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഒരു കയ്യിൽ ബാഗും ഒരു കയ്യിൽ മൊബൈലായിട്ട് ചുറ്റം പോകുന്ന പെണ്ണ, അതൊക്കെ ശരിക്കും നോക്കണം. എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അന്വേഷിച്ചിട്ടായിരിക്കണം കെട്ടുന്നത്. പക്ഷെ ദീനിയായ ഒരു കുടുംബത്തിൽ വന്ന പെണ്ണ് നല്ല റാഹത്തോടെ, ഇതൊക്കെ കുടുംബ ജീവിതം മറ്റൊക്കെ പറയുന്ന വിഷയങ്ങളാണെങ്കിൽ അത് തന്നെ നമുക്ക് വിശാലമായി പറയും. ഈ ചെറിയ സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരവസ്ഥയിൽ എന്തായാലും നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോൾ നല്ല ദീനിയായ പെണ്ണിനെ കെട്ടിക്കണം. ചെറുപ്പക്കാരനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ മെരിയോൻ തീരെ പോരെ, പോനിസ്കാരില്ല, ദീനില്ല, നിലയില്ല, ഓൻ ആടാടെ കടാക്കിയിട്ട് വന്ന് ബാടകനെ കാറും മേങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കും. ഞാൻ വിചാരിച്ചു തന്നെ നോക്കുമ്പോൾ ലീസിന് പൊരെടുത്താഞ്ഞ് വലിയ രണ്ടെട്ടിൻ്റെ പോര, ഓന് നോക്കുമ്പോൾ പൊരയില്ല. ഇതെല്ലാം ആദ്യം അന്വേഷിക്കണം, നിസ്കാരമുണ്ടോ, നിലയുണ്ടോ. അപ്പോൾ എല്ലാം ഇനി ഏതായാലും കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് പോവാം. ചെറിയ ചെറിയ ചീറ്റലുണ്ടാവും, പൊട്ടലുണ്ടാവും, അങ്ങ് വരസലുണ്ടാവും. അതിനായി ചെറിയ ചെറിയ വിഷയത്തിന് കുടുംബ കോടതിയിലേക്ക് കേസ് കൊടുക്കുക. അപ്പുറത്തിപ്പുറത്തെ പോയിട്ട് ഇതാണ് ഐസവി പാത്തിവി എൻ്റെ പേർക്കൊന്ന് മെരിയോളിൽ തിരി പോകില്ല, യന്ത്ര ഒരു ഇതില്ലണ എപ്പോഴും ഓളെ ജീവിതം അങ്ങനെ ഒട്രാസി എൻ്റെ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുന്നു. അല്ലെങ്കിൽ അപ്പുറത്തെ പാത്ത് ഞാനോട് പോയിട്ട് എൻ്റെ മെരിയോൻ അങ്ങനെ ഇങ്ങനെ, എൻ്റെ മാപ്പിള അങ്ങനെ ഇങ്ങനെ. ആ ദൂറ് പറയുന്ന പറച്ചിൽ സ്വന്തം വീട്ടിലുള്ള കുറവുകൾ നമ്മൾ പറച്ചിലില്ലേ, മീത്തക്ക് നോക്കിയിട്ട് തുപ്പിയെങ്കിൽ നമ്മളെ മീത്തക്കനെ മേക്കന്നെ ബീന്ന്. ഈ രൂപത്തിൽ ആവാതെ നമ്മളെ കുറവുകൾ അള്ളാഹുവിനോട് പൊറുക്കാൻ വേണ്ടി പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാൻ 3